ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഇപ്പോ ഈ നിമിഷം കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ചരക്ക് അവിടെ നിന്ന് വിട്ടു കിട്ടുമെന്നോ? 2 മണിക്കൂറിനുള്ളിൽ അതിന്റെ ഇരട്ടി ഉണ്ടാക്കുന്ന സാറിന് കാണണോ? നമ്മളുടെ ഒരു ചിന്താഗതിയാണ് ആൾക്കാരെന്ത് വിചാരിക്കും, അത് നമ്മൾ ആദ്യം കളയാം. അവരാരും നമുക്ക് എന്ത് വന്നാലും ഒന്നും തരാനും പോകില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കാം. ഒരൊറ്റ മൈൻഡ് സെറ്റ് ആക്കുക, വയ്ക്കുക. ഇന്ന് നമ്മൾ നോക്കി ചിരിക്കുന്നവനും അല്ലെ കളിയാക്കുന്ന നാളെ നമുക്ക് വേണ്ടി കൈയടിക്കും. അവരത് വരും, ലൈഫിൽ ഉറപ്പാണ്. അച്ചീവ് ചെയ്ത് കാണിച്ചാലേ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അതുവരെ നമ്മളെ പുച്ഛിക്കും. പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു അറാമറപ്പുണ്ട്, ഫെലിക്സ്. பிளாக் ஸ்குவாட பற்றி கேள்விப்பட்டிருக்கீங்களா? அதுக்கு இவன் தான் ஹெட். நம்ம டிபார்ட்மெண்ட் சிஸ்டத்துல அவன் பேரு வந்து அமர். பட் அவர் ரியல் நேம் என்னன்னு அவனுக்கு மட்டும்தான் தெரியும். പിന്നെ ഈ പടക്കം കണ്ട് വളർന്നവന്മാരോട് നീ പൊട്ടാസ് കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കില്ല ചക്കരെ. നീ കളിയാക്കുമ്പോ ആലോചിക്കുക, ഓരോ വണ്ടിഭ്രാന്തന്മാരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ നീ ചെക്ക് ചെയ്യുക. ഒരു 4 ഗ്രൂപ്പെങ്കിലും അവന്റെ ഫോണിലുണ്ടാവും. ഒരു ഗ്രൂപ്പിൽ 250 പേര് വെച്ച് 4 ഗ്രൂപ്പ് ആകുമ്പോൾ 1000 പേര്. അവന് കേരളത്തിൽ ഇല്ലാത്ത ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ കളിയാക്കുന്നത് ഒരു വണ്ടിഭ്രാന്തനാണ് എന്ന് ആലോചിക്കുക.